പിള്ളേരെ ചവിട്ടല്ലേ, നിക്ക് ഇറക്ക. ഹലോ ഗീസ്, ലൂസിൻ്റെ ഈ ഡെലിവറിക്കൊക്കെ 2-3 ദിവസം മുന്നേ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ അവൾക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് എപ്പോഴും നമ്മൾ തലോടിയൊക്കെ, അതായത് നമ്മൾ ഭയങ്കരമായിട്ട് അവളെ കെയർ ചെയ്യുന്നുണ്ടെന്ന് അവൾക്കൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ഡെലിവറി എല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പരിസരത്തേക്ക് അടുപ്പിക്കത്തില്ല. കാരണം പിന്നെ അത്യാവശ്യം അവളെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നതുകൊണ്ട് മാത്രം അവൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും കേട്ടോ. എന്നാലും ഇടയ്ക്ക് അവൻ്റെ അടുത്ത് അവൾ ചൂടായിക്കൊണ്ട് എല്ലാവരും പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ഞാൻ കുറുക്കെല്ലാം കൊടുത്ത് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ലൂസി എങ്ങോട്ട് പോകുന്നില്ല ഗീസ്. ആദ്യം അങ്ങോട്ട് പോയി, അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വന്നു. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ സമയം ചുറ്റിപ്പറ്റിയെല്ലാം നിന്നിട്ട് ഇതാ ഇപ്പം പിന്നെയും പോയിട്ടുണ്ട് കേട്ടോ. ആ സമയം നോക്കിയിട്ട് നമുക്ക് പപ്പീസിനെയൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം, എനിക്കൊന്ന് കൊഞ്ചിക്കാമല്ലോ. നമ്മുടെ പപ്പീസ് കൂട്ടന്മാരൊന്നും കണ്ണ് തുറന്നിട്ടില്ല കേട്ടോ. ഇപ്പൊ കണ്ണും തുറന്നിട്ടില്ല, കണ്ണ് കാണത്തുമില്ല, ചെവിയും കേൾക്കും. ഇപ്പൊ ഫുള്ളി അമ്മേനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അവർ കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റ് ആവും. ഇപ്പൊ ഫുൾ ടൈം പാലുകൂടി തന്നെയാണ്, വേറെ ഫുഡും കാര്യങ്ങളും ഒന്നും ഇല്ല. 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കണ്ണെല്ലാം തുറന്നു കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം സോളിഡ് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, ലൂസി വരുന്നതിന് മുന്നേ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ചൊക്കെ ഞാൻ തിരിച്ച് അവളെ കൂട്ടിലോട്ട് വെക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് നല്ല മുട്ടൻ പണി കിട്ടും. പിന്നെ എന്നെ ഒരിക്കലും അവളെ വിശ്വസിക്കത്തില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ടാറ്റാ.